കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ പോക്ക് ശരിയല്ല എന്നുള്ളത് രാഷ്ട്രീയത്തെ പറ്റി അറിയണ്ട, കേരളത്തിൻ്റെ ഇന്നത്തെ വർത്തമാനകാല ജീവിതം, അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുവായ ഒരല്പം ഒന്ന് സൂക്ഷിച്ച് വീക്ഷിക്കുന്ന ആർക്ക് മനസ്സിലാവും കേരള രാഷ്ട്രീയത്തിന് എന്തോ ഒരു അപാകതയുണ്ട് എന്നുള്ളത്. ആ അപാകത പലപ്പോഴും വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നു എന്നുള്ളതാണ്. വോട്ടിനപ്പുറം കാഴ്ചയില്ല, നമ്മൾ പറയും മൂക്കിനപ്പുറം കാണാൻ ശേഷിയില്ല, അതുപോലെ വോട്ടിനപ്പുറം കാഴ്ചപ്പാടില്ല. വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് നെറികെട്ട പരിപാടിക്കും തയ്യാറാകുമ്പോൾ അത് ആരാണോ ബൾക്കായി കൊടുക്കുന്നത് അവരെ പ്രീണിപ്പിക്കുന്ന ഒരു നയമാണ്. അവരോടും സ്നേഹത്തോടെയാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, ഒരുപക്ഷെ അവരെയും കുഴപ്പത്തിൽ ചാടിക്കാനായിരിക്കാം ഈ സ്നേഹം എന്നേ തോന്നുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ സമൂഹമാണ്. കാരണം ഹിന്ദുക്കൾക്ക് ബാക്കി എല്ലാറ്റിലും ഒരുമയുണ്ട്. ഒരു ക്ഷേത്ര കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനാകട്ടെ, ബാക്കി ഇനി ഒരുമയില്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കുറവാണ് ഹിന്ദുവിന്. മറ്റുള്ളവരെ അപേക്ഷിച്ച് മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഏറ്റവും കുറവുള്ളവർ ഹിന്ദുക്കളാണ്. പക്ഷേ എന്നിരുന്നാലും രാഷ്ട്രീയമായൊരു ഇച്ഛാശക്തി പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ വോട്ടിംഗ് പാറ്റേൺ മാറ്റിയതുകൊണ്ട് എന്തെങ്കിലും നേടാം, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. രാഷ്ട്രീയം മുഖ്യമായി കരുതുന്നവർ അവിടെ മതത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്നത് ഹൈന്ദവ സമൂഹമാണ്. സ്വയം നമ്മളിപ്പോൾ മറ്റേ കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പറയുന്നൊരു വാക്കുണ്ടല്ലോ, സ്വയം പാത വെട്ടി വന്നവനാണെന്ന്. ഹൈന്ദവ സമൂഹം അങ്ങനെ സ്വയം പാത വെട്ടി മുന്നേറിയത്, അവരുടെ ക്ഷേത്രങ്ങൾ ജീർണോദ്ധാരണം ചെയ്ത് അവരുടെ മറ്റേ സപ്താഹവും നവാഹവും അടക്കമുള്ള ജ്ഞാനയജ്ഞങ്ങൾ ഇതെല്ലാം അവർ സ്വയം വഴിവെട്ടി വന്നവരാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ സ്വയം വഴിവെട്ടി അവർ മുന്നോട്ട് വന്നുവെങ്കിലും രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാത്തത് കൊണ്ട് അതിൻ്റെയൊക്കെ നടത്തിപ്പ് പോലും പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോണത്. അതാണ് നമ്മൾ അടുത്തിടെ കണ്ടത്, ക്ഷേത്രങ്ങളിൽ വിപ്ലവഗാനം പാടുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ വേദി പോലെയാക്കുന്നു. ക്ഷേത്രത്തിലെ പൂജാരിമാരാകട്ടെ തന്ത്രിമാരാകട്ടെ എല്ലാം രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ വണങ്ങി നിൽക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് വരുന്നു. ക്ഷേത്രം എപ്പോഴും വിവാദത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാത്തൊരു സമൂഹം കേരളത്തിൽ ഇരന്നു വാങ്ങിയ സ്വന്തം വിധിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ആനുകൂല്യങ്ങളിലും ഇതേപോലെ തന്നെ മാറ്റി നിർത്തപ്പെടുന്നു. അത് നമ്മൾ കാലങ്ങളായി പറയുന്നു. കേരള നിയമസഭ ഒരിക്കൽ പോലും ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ഉറക്കെ ചിന്തിച്ചിട്ടില്ല. ഉറക്കെ എന്ന് പറഞ്ഞാൽ പതുക്കെ പോലും ചിന്തിച്ചിട്ടില്ല. ഇൻ്റർനാഷണൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രമേയം പാസ്സാക്കാറുണ്ട് കേരള നിയമസഭ. പക്ഷേ എനിക്ക് തോന്നുന്നു ശബരിമല ഇത്രയും വലിയൊരു വിഷയമായപ്പോൾ പോലും അതിനു വേണ്ടി ഒന്ന് ഒന്നിച്ചു കൂടാനോ ഒരു പ്രമേയം പാസ്സാക്കാനോ കേരളത്തിലെ നിയമസഭയ്ക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഹിന്ദുവിന് വേണ്ടി, ഇനി ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് വേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചത്. അത് ആദിവാസികളുടെ ഭൂമി പ്രശ്നം. ആദിവാസികൾ നമുക്കറിയാം, അതിൽ സിംഹഭാഗവും ഹിന്ദുക്കളാണ്. ആ ആദിവാസികളുടെ ഭൂമി പ്രശ്നം അത് നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചത്. ആദിവാസികളുടെ ഭൂമി തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള നിയമ നടപടി എടുക്കാൻ വേണ്ടി അത് അങ്ങനെ ഒരു ഹിന്ദു വിഷയം മാത്രമാണ് കേരള നിയമസഭ നാളിതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ബാക്കി ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രമേയം പാസ്സാക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിയമസഭയുടെ പരിഗണനയിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദുക്കളില്ല. ഒരിക്കലും ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു അരവാക്ക് സംസാരിക്കാറില്ല. അപ്പോൾ നിയമ നടപടികൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മീഷനുകളെ വെക്കുമ്പോൾ, പലവിധ കമ്മീഷനുകൾ, ഇപ്പോൾ നമുക്കറിയാം പാലോളി കമ്മിറ്റിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ കാണാൻ വേണ്ടി പാലോളി കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. നാളിതുവരെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചിട്ടില്ല. അവരുടെ വിഷയങ്ങൾ പറഞ്ഞാൽ പറയുന്നവരെ വർഗീയവാദികളാക്കി ഒറ്റ തിരിച്ച് മാറ്റി നിർത്തുകയാണ്. അതിലവർ വിജയിക്കുന്നുണ്ട്, അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗത്തേക്കുള്ള ചായ്വ്, അതിൻ്റെ ദൂഷിത അല്ലെങ്കിൽ അതിൻ്റെ ദുരന്ത ഫലം ഇന്ന് അനുഭവിക്കുന്നത് ഹൈന്ദവ സമൂഹമാണ്. ഈ ദേവസ്വങ്ങളിൽ വിശ്വാസികളല്ലാത്ത ഒരു പിടി രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഇത് കേരളത്തിൻ്റെ രൂപീകരണ സമയത്ത് മഹാരാജാക്കന്മാരുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം എന്നൊരു സംവിധാനം, ദേവസ്വം ബോർഡ് നിലവിൽ വന്നത്. മഹാരാജാക്കന്മാർ വിശ്വാസികളായിരുന്നു. കാരണം അത് കൊച്ചി രാജാവാണെങ്കിലും തിരുവിതാംകൂർ രാജാവാണെങ്കിലും അവർക്ക് അരിയിട്ട് വാഴ്ചയൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, തിരുവിതാംകൂർ രാജാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിത്യേന ക്ഷേത്ര ദർശനം നിർബന്ധമാണ്. അഥവാ ക്ഷേത്രത്തിൽ ഏതെങ്കിലും കാരണവശാൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ പിഴപ്പണം വരെ കൊടുക്കേണ്ടവരാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ. അവർ ക്ഷേത്രം ഭരിച്ചിരുന്നു, അത് നമുക്ക് മനസ്സിലാക്കാം. അവരിൽ നിന്ന് രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യും എന്നൊരു വലിയ വിഷയം വന്നപ്പോൾ അതിൻ്റെ ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ് ദേവസ്വം ബോർഡ് നിലവിൽ വന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾക്കല്ലാതെ ക്ഷേത്രം കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. ശരിക്കും നിയമപരമായി അതിന് അനുവാദവും കൊടുക്കരുത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംവിധാനം അനുസരിച്ച് വിശ്വാസികളല്ലാത്തവർ അധികാരത്തിൽ വന്നാൽ വിശ്വാസികളല്ലാത്തവർ ദേവസ്വവും ഭരിക്കുന്നു. ഈ സംവിധാനം മാറ്റപ്പെടേണ്ടതാണ്. കാരണം ഇതിൽ ജനാധിപത്യമില്ല.
അപ്പോൾ ക്ഷേത്രം ആര് ഭരിക്കണമെന്നൊരിക്കലും ക്ഷേത്രവിശ്വാസിയല്ല തീരുമാനിക്കുന്നത്. എന്നാൽ ചോദിക്കാം, ക്ഷേത്രവിശ്വാസി അടക്കം വോട്ട് ചെയ്തല്ലേ MLA മാർ വരുന്നത്? ശരിയാണ്. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ക്ഷേത്രങ്ങൾ ഇന്നിന്ന വിധത്തിൽ ചെയ്യും എന്ന നമ്മൾ നാളിതുവരെയുള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോ എടുത്തു നോക്കുക. ഒന്നിൽ പോലും ക്ഷേത്രകാര്യങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാകുന്നില്ല. അതിനു വേണ്ടിയല്ല ആരും വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങൾ ഇന്ന വിധത്തിൽ ഭരിക്കാം എന്ന് പറഞ്ഞവർക്കല്ല ക്ഷേത്രവിശ്വാസി വോട്ടു. കാരണം അവരൊരിക്കലും അത് ചർച്ച ചെയ്യുന്നില്ല. ബാക്കി എല്ലാ വിഷയവും പറയുമെങ്കിലും ക്ഷേത്ര വിഷയങ്ങൾ ഒരിക്കലും ഇലക്ഷൻ ചർച്ചയായിട്ട് വരാറില്ല. അവർ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലും ഉൾപ്പെടുത്താറില്ല. അപ്പോൾ ക്ഷേത്രവിശ്വാസി വോട്ട് ചെയ്തല്ല ഒരു MLA ആ അർത്ഥത്തിലുണ്ടാകുന്നത്. മാത്രമല്ല MLA മാർ മതേതരന്മാരുമാണ്. അവർക്ക് മതേതരത്വം വാക്കുകൊണ്ടെങ്കിലും പ്രകടിപ്പിക്കണം. എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ചേർന്ന് നിന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം MLA ആവില്ല എന്നൊരു ഭയമെങ്കിലും അവർക്കുണ്ടാകും. ഹിന്ദുവിനെ അങ്ങനെ ഭയപ്പെടുത്താനും രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ജനാധിപത്യപരമായല്ല ക്ഷേത്രങ്ങൾ ഭരിക്കപ്പെടുന്നത്. അത് ജനാധിപത്യപരമാകണം. അതായത് അടിത്തട്ട് മുതലുള്ള ഭക്തർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കണം. തങ്ങളുടെ പ്രതിനിധി ആരായിരിക്കണം എന്ന അടിത്തട്ട് മുതൽ ഭക്തർക്ക് വോട്ട് ചെയ്ത് ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയണം. അവിടെ അവിശ്വാസികളെ ഭക്തർ പുറത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം. അത് വരാത്തിടത്തോളം കാലം ഈ ആരാണോ കേരളം ഭരിക്കുന്നത് അവർ ദേവസ്വം ഭരിക്കുന്ന ഒരു സാഹചര്യം വരും. ഇപ്പോൾ കേരളത്തെ വളരെ കുറച്ച കാലം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാക്കുന്നും അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വരുമെന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് വന്നാൽ അന്നും ക്ഷേത്രങ്ങൾ ഈ സംവിധാനത്തിലൊക്കെ തന്നെയല്ലേ വരിക. അവിടെ അവരുടെ അടിമകളായി വരുന്ന അവരുടെ വോട്ട് കൊണ്ട് ജയിച്ചു പോരുന്ന MLA മാർ അവർക്ക് അവർ പറയുന്ന പോലെ കാണിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ നാളെ ശബരിമല മേൽശാന്തി ആരാകണം എന്നതിനെ സംബന്ധിച്ച് പാണക്കാട് പടിപ്പരയിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ദുര്യോഗം ചിലപ്പോൾ കേരളത്തിന് നാളെ വന്നേക്കാം. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡുകൾ മുക്തമായേ പറ്റൂ. ഒരു ഏകീകൃത ദേവസ്വം ബോർഡ് വരണം. ആ ദേവസ്വം ബോർഡിലേക്ക് വോട്ട് ചെയ്യുന്നവർ വിശ്വാസികൾ മാത്രമായിരിക്കണം. ഭക്തരും വിശ്വാസികളും വോട്ട് ചെയ്യുന്ന ഒരു ദേവസ്വം ബോർഡ് സംവിധാനം അടിത്തട്ട് മുതൽ ഉണ്ടായി വരേണ്ടതാണ്. ഈ നിലവിലെ സംവിധാനം തീരെ അശാസ്ത്രീയമാണ്. മാത്രമല്ല അത് നീതിക്കോ യുക്തിക്കോ നിരക്കുന്നതുമല്ല ഇപ്പം നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളുടെ വിശ്വ ഹിന്ദു പരിഷത്തായാലും ഹിന്ദു ഐക്യവേദി ആയാലും തങ്ങളതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ് ചോദ്യം. അപ്പോൾ ഇവരൊക്കെ എന്താണ് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ട്? നമ്മൾ പലപ്പോഴും കോടതിയിൽ ഈ വിഷയം എത്തിയിട്ടുണ്ട്. നമ്മൾ കോടതിക്ക് മുമ്പാകെ എന്താണ് നമ്മുടെ പദ്ധതി എന്നുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിൻ്റെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി അത് സമർപ്പിച്ചിട്ടുണ്ട്, ഇന്ന വിധത്തിലാകണം എന്നുള്ളത്. ഇപ്പം നിലവിലെ സംവിധാനം വെച്ച് വിശ്വ ഹിന്ദു പരിഷത്തോ ഹിന്ദു ഐക്യവേദിയോ അതുപോലുള്ളവരൊക്കെ പറഞ്ഞാൽ അത് കേരളത്തിൽ നടപ്പിലാവുന്ന ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. ബാക്കി നമുക്ക് പുറത്തു പറയാനേ പറ്റൂ. ഈ പുറത്തു പറയുന്നത് അവർക്ക് എടുക്കണമെന്നില്ല. അവരൊരിക്കൽ പോലും ഹൈന്ദവ സംഘടനകളുമായി ചർച്ച ചെയ്യാറില്ല. ഇപ്പോൾ ശബരിമല വിഷയം നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ശബരിമല വിഷയത്തിൽ ലക്ഷക്കണക്കിന് ഭക്തർ വെളിയിലിറങ്ങി പ്രതികരിച്ചപ്പോൾ പോലും ഒരിക്കൽ പോലും ഒരു ഹൈന്ദവ സംഘടനയുമായും ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. നമ്മളൊരു ഈർക്കിലി സംഘടന സമരം ചെയ്താൽ പോലും സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സംഘടനയുമായി ചർച്ച ചെയ്യുക എന്നൊരു മര്യാദയുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഭക്തജന സംഘടനകളുമായി ഒരിക്കൽ പോലും ഒരു ചർച്ച നടത്തിയിട്ടില്ല. അവർ രാഷ്ട്രീയ തലത്തിൽ ചർച്ച നടത്തി, മറിച്ച് ഭക്തജന സംഘടനകളുമായി ഒരു ചർച്ച അവർ നടത്തിയിട്ടില്ല. അപ്പം നിലവിൽ വിശ്വ ഹിന്ദു പരിഷത്തോ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ സംഘവിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ എന്താണോ പറഞ്ഞത് അതിനെ ഒറ്റപ്പെടുത്തി നിർത്തി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ ഘടനയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് ഈ ഒരു വികലമായ സംവിധാനവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഹിന്ദുക്കളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് ടീച്ചർ? അത് ഒന്നുകിൽ നിലവിലെ സംവിധാനത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ വിമുക്തമായി അവർ ചിന്തിക്കണം. ഹിന്ദുക്കൾ മനുഷ്യരാണ് എന്ന് നിലവിലെ രാഷ്ട്രീയത്തിന് തോന്നണം. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല പറയുന്നത്, മാർക്സിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ഒന്നുകിൽ അവരിൽ മാറ്റം വരിക. അവരിൽ മാറ്റം വരുത്തേണ്ടത് അവരുടെ അണികളാണ്. എന്തുകൊണ്ട് മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ വേണ്ടി സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നില്ല, അവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല എന്ന അണികൾക്ക് ചോദിക്കാനുള്ള ഒരു താല്പര്യം അവരുടെ അണികളിൽ വരണം. അപ്പോൾ അവരുടെ രാഷ്ട്രീയത്തെ മാറ്റണം. അത് മാറുന്നില്ല എങ്കിൽ ഹൈന്ദവാഭിമുഖ്യമായ ഒരു രാഷ്ട്രീയം ഹിന്ദുക്കൾ ഉണ്ടാക്കിയെടുക്കണം. രാഷ്ട്രീയ ഇച്ഛാശക്തി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടിപ്പിക്കണം. അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം ഞാൻ ഹിന്ദു എന്ന തോന്നൽ ശരിക്കും അതേ വേണ്ടുള്ളൂ. കാരണം രാഷ്ട്രീയം വേറെ മതം വേറെ എന്ന് തന്നെ നിൽക്കണമെന്നാണ് അതാണ് ശരി. പക്ഷെ നിലവിലെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ അത് ഹിന്ദുക്കളെ അവഗണിക്കുകയാണെങ്കിൽ ഹിന്ദു അവൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കണം. വോട്ടിംഗ് നിലവാരത്തിൽ തന്നെ അത് കാണണം. തങ്ങൾക്ക് അഹിതമായ കാര്യങ്ങൾ ചെയ്യുന്നവർ നിയമസഭ കാണില്ല എന്നെങ്കിലും തീരുമാനിക്കാൻ ഉള്ള ഒരു ഇച്ഛാശക്തി ഹൈന്ദവ സമൂഹം പ്രകടിപ്പിച്ചാലേ ക്ഷേത്രങ്ങൾ
അതേ വിശ്വാസം, ആചാരം ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് നാളുകളിൽ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ മാപ്പിള ലഹളയിൽ സംഭവിച്ചതുപോലെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ദുരവസ്ഥ വരും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.